ഹലോ ഗൈസ്, വെൽക്കം ടു ക്രാഫ്റ്റ് ബൈ ട്രീസ. ഇന്നൊരു കൊറിയൻ കുഞ്ഞു ബോട്ടെ എങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് കാണാം. ക്രിസ്മസ് ഡെക്കോറിനൊക്കെ പറ്റിയ ഒരു ഐറ്റമാണിത്. നിങ്ങൾ പിന്നെ എന്തെങ്കിലും ഗിഫ്റ്റിന്റെ മുകളിലൊക്കെ ഒട്ടിക്കാനും നമുക്ക് പറ്റും. അപ്പൊ ആദ്യം ഇതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് നോക്കാം. ഞാനിപ്പോ ഇവിടെ എടുക്കുന്നത് 4cm x 4cm കുഞ്ഞു ബോട്ടേഴ്സ് ആണ്. എന്റെ ക്രിസ്മസ് ട്രീക്കും പിന്നെ ട്രീത്ത് ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. കുറെ എണ്ണം ഒരുമിച്ച് ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പം ഒന്നിൽ കൂടുതൽ വേണമെങ്കിൽ എല്ലാത്തിന്റെയും മാർക്കിങ്ങും കട്ടിങ്ങും ഒരുമിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. അപ്പം 4x4 സ്ക്വയർ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡയഗണൽസ് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഡയഗണൽസ് ക്രോസ് ആയിട്ട് വരയ്ക്കണം. രണ്ട് സൈഡിലെ ഡയഗണൽസ് വരച്ചെടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഡയഗണലിന്റെ സെന്റർ പോയിന്റ് കൂടെ ഒരു ലൈൻ കൊടുക്കും. മാർക്ക് ചെയ്യുമ്പോൾ സ്കെയിൽ ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ പറ്റുവാണെങ്കിൽ ഒരു മെക്കാനിക്കൽ പെൻസിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. മെക്കാനിക്കൽ പെൻസിലാവുമ്പോൾ പെർസെപ്ഷൻ കുറച്ചുകൂടെ കൂടുതൽ. നമ്മൾ ഈ സെൻട്രൽ ലൈൻ വരച്ചു കഴിഞ്ഞിട്ട് പിന്നെ മിഡിലിലൂടെ ഒരു ലൈൻ കൂടെ പോകും. ഈ എൻഡ്സ് ഒന്ന് കർവ് ചെയ്ത് വെക്കാം. ബോളിന്റെ എൻഡ്സ് അങ്ങനെയാണ് വരുന്നത്. അത് നിങ്ങൾക്ക് പിന്നെ കട്ടിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം എന്താ പറയുക. ബേസിക്കലി ഒരു ചെറിയ ബോർഡർ ഷേപ്പ് ഇപ്പൊ തന്നെ വരാൻ നോക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഒരു സെൻട്രൽ ലൈൻ കൂടെ കൊടുക്കാം. സെന്ററിൽ നിന്ന് മുകളിലേക്ക് ഒരു ലൈൻ കൂടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് അത് എന്താന്ന് വെച്ചാൽ നമ്മളെ നോട്ട് പോലെ ഇടുന്നൊരു പോർഷൻ അത് കറക്റ്റ് ആയിട്ട് വരാനായിട്ടാണ് ഈ സാധനം കൊടുക്കുന്നത്. എന്നിട്ട് അപ്പുറത്ത് ഇപ്പുറത്ത് ഈക്വൽ ഡിസ്റ്റൻസ് എടുത്തിട്ട് അങ്ങനെ ചെയ്യും. പിന്നെ താഴേക്ക് കിടക്കുന്ന റിബൺ ചെയ്യാനാണ്. അപ്പൊ അതിനാണെങ്കിലും ഞാനിവിടെ 1 cm ഗ്യാപ്പില് 2 ഡോട്ട് ഇട്ടിട്ട് അത് തമ്മിൽ ജോയിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സെന്റർ ലൈനിലേക്ക് പോയിന്റ് ജോയിൻ ചെയ്തെടുക്കുക. അപ്പൊ ഫൈനൽ ഷേപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഇങ്ങനെ കിട്ടും. ഇത് കഴിഞ്ഞാല് നമ്മൾ അതെല്ലാം കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ മറ്റേ സെന്ററിലുള്ള പോർഷൻ ഒരു ആംഗിളിൽ കട്ട് ചെയ്യാം, മുകളിലേക്കുള്ള പോർഷൻ. അന്നേരം കുറച്ചുകൂടി ഈസി ആയിരിക്കും ഒട്ടിക്കാനും ഫിനിഷ് കുറച്ചുകൂടെ നോക്കാം. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനത് ചെറുതായിട്ടൊന്ന് ആംഗിളിലാക്കുന്നുണ്ട്. കർവ്സ് ഒക്കെ കുറച്ച് കറക്റ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കർവ്സ് എത്ര കറക്റ്റ് ആയിട്ട് വന്നില്ലെങ്കിൽ ഒരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ഒന്നും കറക്റ്റ് ചെയ്താൽ നല്ല വൃത്തിയിലത് വരും. ഞാനിവിടെ കുറെ എണ്ണം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിക്കുന്നത് എങ്ങനെയാന്ന് കാണാം. ഒട്ടിക്കുന്നത് ബേസിക്കലി ആ ഒരു സെന്റർ പോർഷനിലേക്കാണ് എല്ലാം കൂടെ ഒട്ടിക്കുന്നത്. റിബണിന്റെ എഡ്ജസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ നമ്മൾ ബോർഡ് ഇടുന്ന പോലെ ഇടാം. ഒരു ചെറിയ കണ്ണും കൂടെ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം. രണ്ട് സൈഡും മുകളിലേക്ക് ഒട്ടിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നന്നായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക. ഞാനിവിടെ ഫെവിക്വിക്കാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും ഭാഷയാണെങ്കിൽ അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്ന ഫെവിക്വിക്കാണ്. പിന്നെ ഈ സെൻട്രൽ ലൈൻ ഒട്ടിക്കുമ്പോൾ ഈ ഫ്രണ്ടിലും ബാക്കിലും കുറച്ചുകൂടെ പശ കൊടുക്കുക. അന്നേരം കറക്റ്റ് ആയിട്ട് അത് ഒട്ടിയിരിക്കും. പിന്നെ കുറച്ചേരം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കൈ വെച്ചിട്ടല്ല, കാരണം അതൊരു ചെറിയ ബോയ് ആണെങ്കിൽ കൈ വെച്ചിട്ട് പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു സിസറിന്റെ എഡ്ജോ അല്ലെങ്കിൽ ഒരു പെൻസിൽ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ഒട്ടിക്കും. അപ്പൊ ബോട്ടെ നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് കൂടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ല ഫിനിഷിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ സാധാരണ നമ്മൾ നോട്ട് ചെയ്തിട്ട് റിബൺ വെച്ചിട്ട് ഉണ്ടാക്കുന്നതിനെങ്കിൽ നല്ല ഫിനിഷുള്ള ഒരു തൈ തന്നെയാണ് ഇത്. ഇത് വെച്ചിട്ട് വേറെ പല സാധനം ക്രിസ്മസ് ഡെക്കോർ ആവുന്നില്ല, വേറെ ഹെയർ ആക്സസറീസും ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പം see you in the next video. Hope you liked the video. Bye bye.